നമസ്കാരം. കുപ്പാടിത്തറയിൽ 49കാരനെ ക്രൂരമായി മർദ്ദിച്ച പ്രതികളെ പോലീസ് പിടികൂടാൻ മടിക്കുന്നത് ഉന്നതതല സമ്മർദ്ദം കാരണമെന്ന ആരോപണം. വയനാട് കുറുമണി സ്വദേശിയായ ജെയ്സണാണ് 4-അംഗ സംഘത്തിന്റെ ക്രൂരമർദ്ദനമേറ്റത്. അക്രമത്തെ തുടർന്ന് 49കാരന്റെ കുടൽ 10 സെന്റിമീറ്ററോളം മുറിച്ചു മാറ്റിയിരുന്നു. കടം കൊടുത്ത പണം തിരികെ ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു ക്രൂരത. സംഭവം നടന്ന് 1 മാസം പിന്നിടുമ്പോഴും പ്രതികളെ പിടികൂടാൻ പോലീസിനായിട്ടില്ല. കുറുമണി സ്വദേശികളായ വിനോദ്, രഞ്ജിത്ത്, പ്രകാശൻ, അനീഷ് എന്നിവരാണ് കേസിലെ പ്രതികൾ. വധശ്രമത്തിന് കേസെടുക്കാതെ പ്രതികളെ പുറത്ത് വിലസി നടക്കാൻ പോലീസ് ഒത്താശ ചെയ്യുകയാണെന്നാണ് കുടുംബത്തിന്റെ പരാതി. ജെയ്സൺ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ മാസം 20-നാണ് സംഭവം. കടം വാങ്ങിയ കുപ്പാടിത്തറ സ്വദേശി വിനോദിന്റെ നേതൃത്വത്തിൽ ജെയ്സനെ വീടിന് പുറത്തേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു മർദ്ദനം. കടം കൊടുത്ത 2500 രൂപ തിരിച്ചു ചോദിച്ചതിനാണ് PC ജെയ്സനെ 4-അംഗ സംഘം വളഞ്ഞിട്ട് മർദ്ദിച്ചത്. ആക്രമണത്തിൽ ബോധം നഷ്ടമായ ജെയ്സനെ സംഭവ സ്ഥലത്ത് ഉപേക്ഷിച്ച് പ്രതികൾ കടന്നുകളയുകയായിരുന്നു. അയൽവാസിയാണ് വഴിയിൽ കിടന്ന ജെയ്സനെ വീട്ടിലെത്തിച്ചത്. പിറ്റേന്ന് രാവിലെ ജെയ്സനെ വീട്ടുകാർ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. മർദ്ദനത്തെ തുടർന്ന് ആന്തരികമായി മാരക ക്ഷതമേറ്റതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. പരാതിയെ തുടർന്ന് കഴിഞ്ഞ മാസം 24-നാണ് പടിഞ്ഞാറത്തറ പോലീസ് കേസെടുത്തത്. കേസ് രജിസ്റ്റർ ചെയ്ത് 1 മാസം പിന്നിടുമ്പോഴും പ്രതികളെ പിടികൂടാൻ പോലീസിനായിട്ടില്ല. പ്രതികൾ ഒളിവിലാണെന്നാണ് പോലീസിന്റെ വിശദീകരണം. സംഭവം വാർത്തയായതോടെ പോലീസിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത്. ഇതോടെ കേസിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കുമെന്ന് പോലീസ് പറഞ്ഞിരുന്നു. എന്നാൽ ഇത് പരാതിക്കാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കം മാത്രമായിരുന്നുവെന്നാണ് സൂചന. അക്രമത്തിൽ ആന്തരികമായി മാരക ക്ഷതമേറ്റ ജെയ്സന്റെ ചെറുകുടൽ 10 സെന്റിമീറ്ററോളം മുറിച്ചു മാറ്റേണ്ടി വന്നു. കൂലിപ്പണിക്കാരനായ ജെയ്സണാണ് കുടുംബത്തിന്റെ ഏക അത്താണി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ജെയ്സൺ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നത്. സംഭവത്തിൽ കേസെടുത്തിട്ടും ന്യായമായ രീതിയിൽ അന്വേഷണം നടത്താൻ പോലീസിനായിട്ടില്ല. പ്രതികളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് നാളിതുവരെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കുടുംബത്തിന്റെ പരാതിയിൽ നിസ്സാര വകുപ്പ് ചുമത്തിയാണ് FIR ഇട്ടത്. പ്രതികൾ പോലീസിന് മുന്നിലൂടെ വിലസിയിട്ടും അനക്കമില്ല. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ഇവരെ അറസ്റ്റ് ചെയ്യാതെ പടിഞ്ഞാറത്തറ പോലീസ് പ്രതികളെ സഹായിക്കുകയാണെന്നും കുടുംബം ആരോപിക്കുന്നു. കൂലിപ്പണി ചെയ്ത് ജീവിച്ചിരുന്ന ജെയ്സന്റെ കുടുംബത്തിന് സ്വന്തമായൊരു വീട് പോലുമില്ല. ഒരു ഷെഡിലാണ് താമസം. പ്രതികളെ വേഗത്തിൽ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട് ഇവർ ജില്ലാ കളക്ടർക്കും SP ക്കും പരാതി നൽകിയിട്ടുണ്ട്. ഡോക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ അധികമായി ചുമത്തിയെന്നും